ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഇതിന് മുൻപ് മുട്ടയില്ലാത്ത മുട്ടയപ്പം കാരയപ്പം ഒക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ കണ്ണൂരിൽ ഫേമസ് ആയിട്ടുള്ള മുട്ട ചേർത്തിട്ടുള്ള മുട്ടയപ്പം, അതായത് മുട്ടസുർക്കയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു മുട്ടസുർക്കയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് മസാല മുട്ടയപ്പം ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടയപ്പമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. രാവിലെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുട്ടയപ്പം ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച പച്ചരിയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ മുട്ടയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ അരി രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പച്ചരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ പകുതി ചോറ് എടുക്കുക കേട്ടോ. നമ്മൾ കഴിക്കാനെടുക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1 കോഴിമുട്ടയാണ് കേട്ടോ കണക്ക്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മുട്ടസുർക്കയുടെ റിട്ടേൺ റെസിപ്പി നമ്മൾ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ മുട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ. നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കാറില്ലേ മാവ്, ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് റെഡിയാക്കുന്നത്. പിന്നെ ചെറിയൊരു തരിയോട് കൂടെയാണ് അരക്കേണ്ടത്. നമുക്കറിയാം പച്ചരി നമ്മൾ എത്ര അരച്ചാലും നന്നായിട്ട് നൈസായിട്ടൊന്നും കിട്ടില്ല. ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് അരക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണ്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മുട്ടയപ്പത്തിനുള്ള മാവ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം അധികമായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ഒരു മുട്ടയപ്പം റെഡിയാക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. മാവിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ മുട്ടയപ്പം എണ്ണയിൽ നിന്നും പൊങ്ങി വരാതെ താഴെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്ന് പൊട്ടിപ്പോവും. നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. പിന്നെ എണ്ണയൊക്കെ അതിനുള്ളിൽ കിടന്നിട്ട് നമ്മുടെ മുട്ടയപ്പം നമുക്ക് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ ചേർക്കുമ്പോൾ വെള്ളം കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. കാരണം കോഴിമുട്ടയുടെ ആ ഒരു വലുപ്പത്തിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു തവി വെച്ചിട്ട് കുറച്ച് മാവ് ഇതുപോലെ നെയ്യപ്പത്തിൻ്റെ പോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മുട്ടയപ്പം ഇതുപോലെ എണ്ണയിൽ നിന്നും പൊങ്ങി വരും. ഈ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ മുട്ടയപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ ഇത് എണ്ണയിൽ നിന്ന് ഇതുപോലെ പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കാക്കി എടുക്കണം. 2 സൈഡ് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പരന്ന ചട്ടി ആയതുകൊണ്ട് തന്നെ 2-3 എണ്ണമൊക്കെ ഒരു സമയത്ത് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മാവിൻ്റെ ആ ഒരു പരുവ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ചുട്ടെടുത്തത്. എന്നിട്ട് കറക്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് 2-3 എണ്ണമൊക്കെ ഒരേ സമയത്ത് തന്നെ റെഡിയാക്കി എടുക്കാം.
നോക്കൂ, നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. നല്ല സോഫ്റ്റാണ്. നമ്മുടെ ഉണ്ണിയപ്പം കലത്തപ്പത്തിൻ്റെയൊക്കെ പോലെ നല്ല ആരൊക്കെ എടുത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് ഒഴിച്ചാൽ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ട് എണ്ണ ചൂടാക്കിയിട്ട് കോരിയെടുക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ. ഇത് കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്